നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. അപാരമായ കോൺഫിഡൻസോടെ കളിക്കളത്തിൽ ഇറങ്ങിയിട്ട് തങ്ങളുടെ ഗെയിം പ്ലാൻ നടപ്പാക്കിയിട്ട് എതിരാളികളെ പൂർണ്ണമായിട്ടും പൂട്ടിയിട്ട ഒരു പ്രകടനമാണ് സ്പെയിൻ കളിക്കളത്തിൽ പുറത്തെടുത്തത്. നാൽവർ സംഘം, മിസൈൽ ആക്രമണ നിര എന്നൊക്കെ നമ്മൾ പറയുന്ന ഫ്രാൻസിൻ്റെ മുന്നേറ്റ നിരയെ അനങ്ങാൻ വിട്ടില്ല. എന്തൊക്കെയാണ് സംഭവിച്ചത്? കൃത്യമായി കണക്കുകൾ പറയും. നോക്കുക, ഫ്രാൻസിൻ്റെ ഭാഗത്ത് ഒരു ബിഗ് ചാൻസ് പോലും അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. സ്പെയിന് 3 ബിഗ് ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്തത്. ഫ്രാൻസ് ആകെ 9 ഷോട്ട്, അതിൽ 3 മാത്രം ഓൺ ടാർഗറ്റിലേക്ക്. ഓപ്പോസിഷൻ ബോക്സിൽ ഫ്രാൻസ് ടച്ചസ് എടുത്തിട്ടും വേണ്ട വിധത്തിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതായത് ഇതല്ല നമ്മൾ ഫ്രാൻസിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അവരെ ശരിക്കും പൂട്ടിക്കളയുകയായിരുന്നു. ഈ പറയുന്ന ഫ്രാൻസിൻ്റെ കണക്ക് നിങ്ങളൊന്ന് നോക്കണം. റിയലി ഡിസപ്പോയിൻറ്റിംഗ് ആണ്. അതായത് സെക്കൻഡ് ലോവസ്റ്റ് എക്സ്പെക്റ്റഡ് ഗോൾസ് ഇൻ എ മാച്ച് അക്രോസ് ദി ലാസ്റ്റ് 4 മേജർ ടൂർണമെൻറ്റ്സ്. ഫ്രാൻസിൻ്റെ കളിയിൽ കഴിഞ്ഞ 4 മേജർ ടൂർണമെൻറ്റുകളിൽ ഒരു കളിയിൽ വന്ന ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഗോൾസിൽ 2ാം സ്ഥാനത്താണിത്. 0.3. 0 ബിഗ് ചാൻസസ് ആ ക്രിയേറ്റ് ചെയ്തത്. വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ 1966 ശേഷം ആദ്യമായിട്ടാണ് ഫ്രാൻസ് ഒരു ബിഗ് ചാൻസും ക്രിയേറ്റ് ചെയ്യാതെ കളിക്കുന്നത്. അതുപോലെ തന്നെ 0 ഗോൾസ് ഇൻ എ മാച്ച് ഫസ്റ്റ് ടൈം സിൻസ് മാർച്ച് 2025. ക്രൊയേഷ്യക്കെതിരെ 2-0 തോറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു കളിയിൽ ഫ്രാൻസിന് ഗോൾ അടിക്കാൻ പറ്റാതെ പോകുന്നത്. കിലിയൻ എംബാപ്പയും ബർക്കുളയും ഒലീസയും ഡെംബലയും ഒക്കെ ആദ്യ ലെവലിലും പിന്നീട് ഡിസൈഡും ഒക്കെ വന്നതും ഒലീസയെ മാറ്റി ചെറുക്കി വന്നതും എന്നിട്ടൊന്നും ഒരു മാറ്റവും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നിടത്താണ് കാര്യങ്ങൾ കിടക്കുന്നത്. സ്പെയിനിൻ്റെ വജ്രായുധങ്ങളായിട്ട് മാറിയുള്ളവർ ഒരാൾ തീർച്ചയായിട്ടും പെഡ്രോ പോറോ ഈ കളിയിൽ പൊളിച്ചടുക്കി. അദ്ദേഹം വീണ്ടും ഗോൾ അടിച്ചിരിക്കുന്നു. 48 ടച്ചുകൾ, 1 ഗോള്, 28 പാസുകൾ, 23 ആക്യുറേറ്റ്, 2 ഗ്രൗണ്ട് ഡ്യൂവൽസ് 2 വിൻ ചെയ്തു, 4 ഏരിയൽ ഡ്യൂവൽസ് 2 വിൻ ചെയ്തു, 3 ക്ലിയറൻസുകൾ. 8.1 അദ്ദേഹത്തിന് sofascore.com കൊടുത്ത റേറ്റിംഗ് നോക്കണം. റോഡ്രിയാണ് താരം. റോഡ്രിയാണ് അവരുടെ കളിയുടെ ടെമ്പോ വൺസ് അഗെയിൻ നിയന്ത്രിച്ചത്. മോസ്റ്റ് ഗ്രൗണ്ട് ഡ്യൂവൽസ് വിൻ ചെയ്ത അദ്ദേഹമാണ്, 7. മോസ്റ്റ് ടോട്ടൽ ഡ്യൂവൽസ് വിൻ ചെയ്ത അദ്ദേഹമാണ്, 11. ജോയിൻറ്റ് മോസ്റ്റ് ഫൗൾ സഫേർഡ് അദ്ദേഹമാണ്, 3. ജോയിൻറ്റ് മോസ്റ്റ് ടാക്കിൾസ് ചെയ്തത് അദ്ദേഹമാണ്, 4. സെക്കൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് പാസസ് അദ്ദേഹമാണ്, 59. അങ്ങനെ 7.6 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന sofascore.comൻ്റെ റേറ്റിംഗ്. അതോടൊപ്പം തന്നെ നമുക്കറിയാലോ, ഇവിടെ ഒരു ഹിസ്റ്ററിയാണ് കുറിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് 5 അതിലധികമോ ക്ലീൻ ഷീറ്റുകൾ ഒരു സിംഗിൾ വേൾഡ് കപ്പിൽ നേടിയിട്ടുള്ള ടീം സ്പെയിനാണ്. 6 2026. അവർ മാത്രമാണ് ഒരു നേട്ടത്തിലേക്ക് പോയിരിക്കുന്നത്. അവരുടെ ഡിഫൻസിന് നമ്മൾ എടുത്ത് പറയണം. പോറോ ആവട്ടെ, കുബാർസി ആവട്ടെ, ലപ്പോർട്ട് ആവട്ടെ, കുക്രയെ ആവട്ടെ, കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു എന്നർത്ഥം. അതേസമയം മറുഭാഗത്തോ കിലിയൻ എംബാപ്പയ്ക്ക് ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും എടുക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് ആ പൂട്ടലിൻ്റെ ഗാംഭീര്യം നിങ്ങൾക്ക് വ്യക്തമാകും. ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും കിലിയൻ എംബാപ്പയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. എംബാപ്പെ ആ 3 ഷോട്ടുകൾ തീർത്തു. 0 ഓൺ ടാർഗറ്റ് ഷോട്ട്, 0.09 എക്സ്പെക്റ്റഡ് ഗോള്. 6 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ് നടത്തി, 1 മാത്രമാണ് സക്സസ് ആയത്. 11 ഡ്യുവൽസിൽ 2 മാത്രമാണ് വിൻ ചെയ്തത്. 14 പൊസിഷൻസ് അദ്ദേഹത്തിന് 14 തവണ പൊസിഷൻ നഷ്ടമായി, 3 ഓഫ് സൈഡുകൾ. ചുരുക്കി പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന് കാര്യങ്ങൾ കൈവിട്ടുപോയ ഒരു കാഴ്ച. അദ്ദേഹത്തെ പൂട്ടി. ആ പൂട്ടലിൻ്റെ ഫലമാണ് ഈ റിസൾട്ട് ഇങ്ങനെ ആയത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. എന്നാലും ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ മത്സരത്തിലെ പ്ലെയർ റേറ്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രാൻസിൻ്റെ മൊത്തം പ്രകടനത്തിന് 6.41, സ്പെയിനിൻ്റെതിന് 6.96. ഫ്രാൻസിലെ താരങ്ങൾ റേറ്റിംഗ് നോക്കിയാൽ മൈഗ്നൻ 5.9, ഡിഫൻസിൽ കൂണ്ടെ 6.3, ഉപ്പമെക്കാനോ 6.5, സാലിബ പരിക്കേറ്റ് നേരത്തെ പോയി 6.1, ലൂക്കാസ് ഡീൻ 5.6, മധ്യനിരയിൽ ഷൂമനി 6.8, റാബ്യൂട്ട് 6.5, അതുപോലെ മുന്നേറ്റത്തിൽ ഡംബലെ 6.8, ഒലീസെ 6.4, ബർക്കോള 6.4, എംബാപ്പെ 6.3, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടുള്ള മാക്സൻ ലെക്രോയിക്സ് 6.5, മാനുക്കോനെ 6.1, ഡിസൈഡു 7, തിയോ ഹെർണാണ്ടസ് 6.5, റയാൻ ചെർക്കി 6.9. മറുഭാഗത്ത് സ്പെയിനോ ഗംഭീരമായ കളി കളിച്ച താരങ്ങൾ ഉനായ് സിമോൺ 7, ഡിഫൻസിൽ കുക്രയെ 7.1, ലാപ്പോർട്ട് 7.2, കുബാർസി 7.4, പെഡ്രോ പോറോ 8.1 മിന്നും പ്രകടനമാണ് നടത്തിയത്. റൂയിസ് 6.9, റോഡ്രി 7.5, യമാൽ 6.5, ഓൽമോ 6.8, ബെയിന 6.7, ഒയർസബാൾ 7. ഇനി അവരുടെ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഫെറാൻ ടോറസ് 74-ാമത്തെ മിനിറ്റിലാണ് വന്നത്, റേറ്റിംഗ് 6.5.
മെറീൻ 78ാമത്തെ മിനിറ്റിൽ വന്നു, റേറ്റിംഗ് 6.9. പെഡ്രി 78ാമത്തെ മിനിറ്റിൽ വന്ന് 6.5. പിന്നെ ലോറൻ്റെ 6.7, നിക്കോ വില്യംസ് 6.6. സോ പൊളിച്ചടുക്കിയ പ്രകടനം അവരങ്ങ് പൂർണ്ണമായിട്ടും ഫ്രാൻസിനെ കെട്ടിയിട്ടു പൂട്ടിയിട്ടു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.